നമ്മുടെ തലസ്ഥാനത്തെ റോഡുകളെക്കുറിച്ച് ഒരു പരമ്പര തന്നെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അത് ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്ന പശ്ചാത്തലമാണ്. കുഴികളാൽ നിറഞ്ഞ റോഡുകൾ. ഇപ്പോൾ മഴ കൂടി പെയ്തപ്പോൾ മഴ ഏതാണ്, കുഴി ഏതാണ്, റോഡ് ഏതാണ് തിരിച്ചറിയപ്പെടുന്ന പശ്ചാത്തലമാണ്. ഇപ്പോൾ വഴുതക്കാട്ട് റോഡിലെ കുഴികൾ BJP പ്രവർത്തകർ നേരിട്ട് ഇറങ്ങി മൂടുകയാണ് എന്നുള്ളതാണ്. അത് മൂടിക്കൊണ്ടാണ് ഈ ജനങ്ങളുടെ ദുരിതത്തിൽ BJPയുടെ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എന്നുള്ളതാണ്. വഴുതക്കാട്ടാണ് പ്രതീകാത്മകമായി BJP ഇത്തരമൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. BJPയുടെ പ്രവർത്തകർ നേരിട്ട് ഇറങ്ങി ഈ റോഡുകൾ മൂടുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമത്. BJP പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ കൂടുതലായി ഉണ്ട്. ജനപ്രതിനിധികളടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്. വനിതാ പ്രവർത്തകർ ഉണ്ട്. അവർ നേരിട്ട് ഇടപെട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പരിപാടിയിലേക്ക് പോകുന്നത്. BJP പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. BV അരുണുണ്ട്. അരുൺ, നഗരത്തിലെ റോഡുകൾ മഴ കൂടി പെയ്തപ്പോൾ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ എന്തൊക്കെയാണ് BJP പ്രതിഷേധ സൂചകമായി ചെയ്യുന്നത്? രഞ്ജിത്ത്, നഗരസഭയുടെ ഭരണം മോശമാണ്. വെള്ളക്കെട്ടിലും ദുരിതത്തിലും ജനങ്ങളാകുന്നു. രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. അതുകൊണ്ട് മേയർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച BJPയുടെ കൌൺസിലർമാരും പ്രവർത്തകരും നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു. അതിന്റെ അടുത്ത പടിയായാണ് പുതിയ സമരത്തിലേക്ക് BJP നേതൃത്വം കടക്കുന്നത്. BJPയുടെ തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർമാരുടെ ഒരു സമരമാണ് ഇപ്പോൾ വഴുതക്കാട് നടക്കുന്നത്. നഗരത്തിൽ കുഴികളാണ്. സ്മാർട്ട് റോഡിന് വേണ്ടി കുഴിച്ച കുഴികൾ പലതും മൂടിയിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. മാസങ്ങളായുള്ള ദുരിതത്തിലാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കുഴികൾ മൂടിക്കൊണ്ട് സമരം നടത്തുമെന്നാണ് BJP പ്രഖ്യാപിച്ചത്. പക്ഷേ ഇവിടുത്തെ ഈ റോഡ് ഏതാണ്ട് ഈ അവസാന ഭാഗം മാത്രം പണി പൂർത്തിയായ റോഡാണ്. ഇവിടെ ഈ തൊഴിലാളികളും പറയുന്നത് ഇന്ന് ഈ റോഡ് അവർ മൂടാനിരുന്നതാണ്. പക്ഷെ അവിടെ BJP ഇപ്പോൾ ഒരു സമരം നടത്തുകയാണ്. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ ഈ സമരം. വഴുതക്കാട് ജംഗ്ഷനിലെ റോഡ് ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നു. ആ ഭാഗത്ത് ആണിപ്പോൾ അവിടെ മണ്ണിട്ടുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന ചെളി മണ്ണിട്ടുകൊണ്ട് BJP പ്രവർത്തകർ റോഡ് മൂടാൻ ശ്രമിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. BJPയുടെ കൌൺസിലർമാർ ഇത്തരത്തിൽ ഈ മുതിർന്ന കൌൺസിലർ അശോക് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അവർ ഇത്തരത്തിൽ റോഡ് മൂടുകയാണ്. ഇത് ഗവൺമെന്റും നഗരസഭയും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ജൂൺ ആദ്യ വാരത്തില് സ്കൂൾ തുറക്കാണ്. എന്റെയും കുട്ടികൾ ഇവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നേരെ ചൊവ്വയെ നടന്നില്ലെങ്കിൽ അവർ കുഴി വീണ് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുത്തരം പറയും? എല്ലാ കുഴികളും മുഴുവൻ ഈ ഇപ്പൊ കാണുന്ന ഇത് മുഴുവൻ ചെയ്യാൻ പോവാണ് സാറേ. നമുക്ക് നോക്കുമ്പോഴേ ഇതൊക്കെ മൂടും. ഇവിടെ കോൺക്രീറ്റ് സ്ഥലത്തൊക്കെ മൂടും. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മൂടും. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നരേന്ദ്രമോദിജി 100 കോടി അനുവദിച്ചിട്ടുണ്ട്. അതെങ്കിലും ഉപയോഗിച്ചാൽ മതിയായിരുന്നു നമ്മൾ. കാരണം ഇത്രയും വലിയൊരു സ്കൂള്, നഗരത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂൾ. അതെ, കോൺവെന്റ്, അതുപോലെ തന്നെ മോഡൽ സ്കൂള് എല്ലാം തയ്യാറായി കിടക്കാണ്. അപ്പൊ ഈ മുഴുവൻ കുഴികളും മൂടിയിട്ട് BJP ഇവിടുന്ന് പോവുകയുള്ളൂ. അല്ല, അങ്ങനെയല്ലേ? മുഴുവൻ കുഴികളും മൂടില്ലെങ്കിൽ മുഴുവൻ കുഴികളും വരാൻ പോകുന്ന സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി സ്കൂളുകളുടെ സമീപമുള്ള എല്ലാ കുഴികളും ഞങ്ങൾ മൂടുക തന്നെ ചെയ്യും. അതിനകത്ത് മറ്റൊരു മാനദണ്ഡമില്ലാതെ തന്നെ സ്കൂളുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ, വാഹന ഗതാഗതം മുടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും, ഇന്നു മുതലുള്ള എല്ലാ ദിവസങ്ങളും ഈ പണിയിൽ ഏർപ്പെടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൌൺസിലർമാരെല്ലാവരും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കുഴിയടക്കൽ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമപരമായി ഇതൊരു നിയമവിരുദ്ധമായ നടപടിയാവില്ല? കാരണം സർക്കാർ നടത്തുന്ന നിയമവിരുദ്ധമായ സമരമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവരെ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ഉദ്ദേശിച്ചോട്ടെ. ഇത് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ ലഭ്യത വരുത്തേണ്ടത് ഓരോ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ നിറവേറ്റുന്നു. അതുതന്നെയാണ് BJPയുടെ നിലപാട്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ആ ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ നഗരസഭയും സർക്കാരും ഒക്കെ പരാജയപ്പെട്ടു. അതിനുള്ള പ്രതിഷേധമാണ് BJP ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുഴികൾ മണ്ണിട്ട് മൂടിക്കൊണ്ടുള്ള പ്രതിഷേധം. പോലീസ് തടഞ്ഞില്ലെങ്കിൽ മുഴുവൻ കുഴിയും മൂടിയിട്ട് ഇവിടുന്ന് പോകുകയുള്ളൂ എന്നാണ് BJPയുടെ മുതിർന്ന കൌൺസിലർ കൂടിയായ അശോക് കുമാർ പറഞ്ഞത്. മറ്റു നേതാക്കളുമുണ്ട്. എല്ലാ കൌൺസിലർമാരും, പരമാവധി കൌൺസിലർമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റോഡ് പണി വൈകുന്നു എന്നുള്ള വസ്തുതയാണ്. തൊട്ടടുത്ത് സ്കൂളുണ്ട്.
കോട്ടൺ സ്കൂളിന് ഏതാനും മീറ്ററുകൾക്ക് അകലെയുള്ള ജംഗ്ഷനാണത്. വെള്ളക്കാട് ജംഗ്ഷൻ നിരവധി പേർ ആശ്രയിക്കുന്ന സ്ഥലമാണ്. മാസങ്ങളായി ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു പാത മാത്രമാണ്, ഒരു വശം മാത്രമാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ അവസാന ഭാഗത്ത് ഇവിടെ നിർമ്മാണം നടക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് നിർമ്മാണം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോഴും ഈ ദുരിതങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ദുരിതങ്ങൾ അതേപടി ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മൂടുന്നതിന് അപ്പുറത്തുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്താണ് പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിലെ നിർമ്മാണം. രണ്ട് വലിയ പാതയാണ് ഇവിടെ വരുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ തന്നെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അടുത്ത മറുഭാഗമാണ് ഇവിടെ ഈ റോഡ്. ഇവിടെയാണ് പണി പുരോഗമിക്കുന്നത്. ഇത് വൈകാതെ തീരുമെന്നാണ് കരാറുകാരനും മറ്റും പറയുന്നത്. മഴയത്തുമൊക്കെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര മാസം വൈകി ഇത് എന്നിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതാണ് ബിജെപിയുടെ പരാതിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം. തൊട്ടടുത്ത് സ്കൂളുണ്ട്, വലിയ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അവിടെ ഇനിയും ഇങ്ങനെ നീണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി ഇത്തരമൊരു സമരത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും ബിജെപി പ്രവർത്തകർ ഈ ഭാഗത്തെ കുഴി മൂടുകയാണ്. അവിടെ ഇനിയും പ്രവൃത്തി ബാക്കിയുണ്ട് എന്നാണ് കരാറുകാർ പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ബിജെപി ഈ കുഴി ഇവിടെ മൂടി സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബി രാജേഷ് ഉൾപ്പെടെയുള്ള ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ബി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട്. നമുക്ക് ബിജെപിയുടെ കൗൺസിലർമാരെയും ദൃശ്യങ്ങളിൽ കാണാം. അരുണ്, മറ്റൊരു കാര്യം, നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് ഈ 15-ം തീയതിക്കകം, അതായത് അടുത്ത മാസം 15-ം തീയതിക്കകം സ്മാർട്ട് റോഡുകളുമായി ബന്ധപ്പെട്ട പണികൾ പൂർത്തിയാക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ലക്ഷണം കണ്ടാൽ ഈ മഴ കൂടി ശക്തമായി വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ട സാഹചര്യം കണ്ടാൽ 15-നെങ്കിലും പൂർത്തിയാക്കാനുള്ള പശ്ചാത്തലമുണ്ടോ നഗരത്തിൽ? തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ മേയർ ആര്യചന്ദ്രനൊക്കെ പങ്കെടുത്ത യോഗത്തിലാണ് 15 തീയതി അന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ ഒപ്പമിരുന്ന ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ അവിടെ ഒരു തിരുത്ത് നടത്തിയിരുന്നു. മഴ സതിച്ചില്ലെങ്കിൽ 15 എന്നാണ്. അതായത് 15-നും തീരില്ല എന്ന് ഉറപ്പാണ്. എല്ലാ റോഡുകളും 15 തീരില്ല എന്ന് ഉറപ്പാണ്. ചില റോഡുകളെങ്കിലും ആദ്യം പൂർത്തിയാക്കാൻ. ശരി, അരുണിലേക്ക് തന്നെ വരാമെന്ന് കരുതുന്നു. അവിടെ ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധാത്മകമായുള്ള റോഡ് മൂടൽ പരിപാടി നടക്കുകയാണ്. റോഡിലെ കുഴികൾ മൂടൽ പരിപാടി നടക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും തന്നെ വരണം. അരുണിലേക്ക് കൂടി തിരിച്ചു വരണം. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന്.